എല്ലാവർക്കും ചിങ്കാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ട്ടോ തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മൊമോസിന്റെ റെസിപ്പിയാണ്. അതും ചിക്കൻ മൊമോസ് ആണ് ട്ടോ നമ്മൾ തയ്യാറാക്കി എടുത്തുള്ളത്. അപ്പൊ ഇതാണ് ട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതെ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലില്ലാത്ത പീസാണ് കേട്ടോ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഉണ്ടല്ലോ ഇതിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇത്രത്തോളം ഉപ്പാണ് കേട്ടോ, വളരെ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കുണ്ടല്ലോ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു ചിക്കൻ വേവിച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ചിക്കനൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കാബേജ്, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ സവോള, മല്ലിയില. അപ്പോൾ ഇതൊക്കെ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഈ ബൗളിലേക്ക് ഈ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സവോളയും പിന്നെ കാബേജ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത്, പിന്നെ വളരെ കുറച്ച് ഉപ്പും കൂടി എക്സ്ട്രാ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഉണ്ടല്ലോ സോയാ സോസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സോയാ സോസ് ആകുമ്പോൾ അത്യാവശ്യം അതിൽ ഇത്തിരി ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ടും വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ മൈദ മാവ് എടുത്തിട്ടുണ്ട് 1 കപ്പ്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴക്കില്ലേ അതേ രീതിയിലാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പീസ് നമ്മൾ എടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് അതിനൊന്ന് കുഴച്ചെടുത്തിട്ടേ കുറച്ച് മൈദ പരത്തുന്നതിൻ്റെ മുകളിലേക്ക് ഒന്ന് തടവി കൊടുത്തിട്ട് ഇതിനെ നമുക്ക് ചപ്പാത്തിയൊക്കെ എങ്ങനെ പരത്തുന്ന അതേപോലെ നന്നായിട്ട് തന്നെ പരത്തി ഇതേപോലെ ഒന്ന് നൈസാക്കി പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല നൈസായ രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഒരു മൂടി ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി എടുത്തിട്ട് ഇതേപോലെ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു പോലെ റൗണ്ട് ആക്കി എടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാതും ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇനി എല്ലാതും ഇതേപോലെ ആക്കി എടുക്കുകയാണ്. ഇനി നമുക്കുണ്ടല്ലോ ഈ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഇതുണ്ടല്ലോ അത് ഈ ഒരു ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ വെച്ചതിന് ശേഷം ഉണ്ടല്ലോ ഇതിൻ്റെ ഈ മടക്കിലാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് പിടിച്ചിട്ടേ ഇതേപോലെ കണ്ട ഇങ്ങനെ മടക്കിയെടുക്കുക. നമ്മൾ ഞൊറിയെടുക്കണ പോലെ ഇതേപോലെ ഇങ്ങനെ മടക്കി എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ തള്ളി പുറത്തേക്ക് വരും. അതിന് നമുക്കത് ഈ ഒരു വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ പൊക്കോളും. എന്നിട്ട് വേണം കേട്ടോ അതിനെ വീണ്ടും ഇതേപോലെ ഒന്ന് മടക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേറെ ഷേപ്പിലാക്കുകയാണെങ്കിൽ അതേപോലെ ആക്കിയെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്കത് എല്ലാതും ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതേപോലെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ 2 രീതിയിൽ വേവിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ആവിയിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇഡലി തട്ടിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോരോ മൊമോസായിട്ട് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 തട്ടാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്.
അങ്ങനെ ദേ ഇതിനെ നമുക്ക് ദേ ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ദേ നമ്മുടെ നല്ല മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് എക്സ്ട്രാ കുറച്ച് പച്ചക്കറികൾ ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പച്ചക്കറിയും ചെല്ലും, അതുപോലെ തന്നെ വെജിറ്റബിൾസ് അവർ കഴിക്കും ഇതിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മാത്രമല്ല ഇനി റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മൊമോസ് കഴിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.